ഇപ്പം നമ്മളെ നാട് നിന്ന് പോകാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഈ പുളിക്കപ്പുറം എന്ന ദേശമേ നിന്ന് പോകാൻ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം എന്നറിയോ? പ്രവാസ ലോകത്ത് ഒരുപാട് പ്രവാസികളുണ്ട്. ഈ നിസ്വാർത്ഥരായ പ്രവാസികൾ ഇന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും ഇത്ര മാന്യമായ വസ്ത്രവും ധരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരുടെയും ഇത്ര മനോഹരമായ പർദ്ദകളൊന്നും നിങ്ങൾ ധരിക്കൂല. നിങ്ങളുടെ കയ്യിൽ ഇത്ര വലിയ മനോഹരമായ വാച്ചുകളൊന്നും കാണില്ല. നിങ്ങളുടെ മക്കൾ നല്ല സ്കൂളിൽ പഠിക്കത്തൊന്നുമില്ല. ഇന്നിവിടെ പല വീടുകളും ഉയരത്തൊന്നുമില്ല പ്രവാസികളില്ലെങ്കിൽ. ഇന്നിവിടെ പലരുടെയും ഹൃദയത്തിനകത്ത് ഹൃദയമാറ്റിവയ്ക്ക ശസ്ത്രക്രിയയും ആന്തരിക അവയവങ്ങളെല്ലാം ഒരാൾ പകുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രവാസ ലോകത്തുനിന്ന് കയ്യും മെയ്യും അല്ലെ മറന്നുകൊണ്ട് നമ്മുടെ സഹോദരന്മാർ അയച്ചു കൊടുത്ത നാണയത്തുട്ടിൻ്റെ പെരുമഴയാണ് പല മനുഷ്യൻ്റെയും ജീവനെന്ന് താങ്ങി നിർത്തിയിട്ടുള്ളത്. പ്രവാസ ലോകം എന്ന് പറയുന്നത് മാറ്റി നിർത്തപ്പെടാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. പ്രവാസ ലോകം എന്ന് പറയുന്നത് ആ 3 അക്ഷരത്തിനകത്ത് കാരുണ്യവും സഹാനുഭൂതിയും സഹവൃത്തിയും മാനവികതയും എല്ലാം ഇല്ലേ തുടികൊട്ടി നിൽക്കുന്ന ഒരു വലിയ ഇടമാണ് പ്രവാസ ലോകം. മണലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണലാരുണ്യത്തിൽ അല്ലേ പൊൻപതക്കങ്ങൾ വിളയിച്ച് നാട്ടിലേക്ക് ശിഷ്ടജീവിതത്തിൻ്റെ സുന്ദരമായ ഇടങ്ങളിലേക്ക് മക്കൾക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും ഉപ്പയ്ക്കും നാട്ടിനും ഒക്കെ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്നു കൊടുക്കുന്നവനാ പ്രവാസി. പലപ്പോഴും ഓരോ കണക്കുകൾ ഞാൻ വെറുതെ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടുണ്ട്. 1355ഓളം ആളുകളുടെ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, എത്രയോ ആളുകളുടെ അല്ലേ കിഡ്നി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സകൾ, എത്രയോ വീടുകളുടെ മേൽക്കൂരകൾ, എത്രയോ കിണറുകൾ, എത്രയോ ഭവനങ്ങൾ, എത്രയോ വിവാഹങ്ങൾ, എത്രയോ കാരുണ്യത്തിൻ്റെ സ്പർശങ്ങൾ, സ്പെഷ്യൽ ഡിസബിലിറ്റിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീൽ ചെയറുകൾ, മരുന്നുകൾ എല്ലാം